വചനം 154. വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു, കൊല്ലപ്പെടുന്നവരെക്കുറിച്ച്, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അംവാതുൻ, മരിച്ചുപോയവർ എന്ന്, ബൽ, പക്ഷേ, എന്നാൽ, അഹ്യാഉൻ, ജീവിച്ചിരിക്കുന്നവരാണ്, വലാകിൻ, എങ്കിലും, ലാ തശ്ഉറൂൻ, നിങ്ങൾ ഗ്രഹിക്കുകയില്ല, അറിയുകയില്ല. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് പറയരുത്, എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു, എങ്കിലും നിങ്ങൾ അത് ഗ്രഹിക്കുകയില്ല. 154 വചനത്തിൻ്റെ വിശദീകരണം. മുൻ ആയത്തിൽ ക്ഷമയെയും നമസ്കാരത്തെയും കുറിച്ച് പ്രസ്താവിച്ചു. ക്ഷമയുള്ളവർ സഹനമുള്ളവരും നമസ്കാരമുള്ളവർ ഭയഭക്തരുമായിരിക്കുമല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാനും ജീവൻ ത്യജിക്കുവാനും തയ്യാറാകുന്നതും ഇങ്ങനെയുള്ളവരായിരിക്കും. സമരവേളയിൽ വല്ലവരും വധിക്കപ്പെട്ടു രക്തസാക്ഷികളാകുന്ന പക്ഷം അവർ പ്രത്യക്ഷത്തിൽ മരണപ്പെട്ടവരാണെങ്കിലും യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല. അതുകൊണ്ട് അവരെപ്പറ്റി സാധാരണ മരണപ്പെട്ടവരെ പോലെ കരുതിക്കൂടാ. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ അള്ളാഹു അറിയിക്കുന്നു. ഷഹീദുകളുടെ അഥവാ രക്തസാക്ഷികളുടെ മരണം വാസ്തവത്തിൽ മരണമല്ലെന്നോ മരിച്ചുവെന്ന് അവരെപ്പറ്റി പറയുവാൻ പാടില്ലെന്നോ അല്ല. മറ്റുള്ളവരുടെ മരണവും അവരുടെ മരണവും ഒരേ നിലയിൽ കണക്കാക്കിക്കൂടാ എന്നത്രേ അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. ആലു ഇമ്രാൻ 169 മുതൽ 171 വചനങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരം കാണാവുന്നതാണ്. ഇൻഷാ അള്ളാഹ്. അവർക്ക് ആഹാരം നൽകപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അതോടൊപ്പം വന്നു ചേരുവാനിരിക്കുന്നവരെപ്പറ്റി അവർ സന്തുഷ്ടരായിക്കൊണ്ടിരിക്കുമെന്നും മറ്റും അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ശുഹദാക്കളുടെ അഥവാ രക്തസാക്ഷികളുടെ ആത്മാക്കൾ പച്ചവർണ്ണമുള്ള ചില പക്ഷികളുടെ ഉള്ളങ്ങളിലായി സ്വർഗത്തിൽ അവർ ഉദ്ദേശിച്ചിടത്തുകൂടി മേഞ്ഞുകൊണ്ടിരിക്കുമെന്നും അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾ കണ്ട് തങ്ങളെ ഇഹത്തിലേക്ക് മടക്കി വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുമാറാക്കി കൊടുക്കുവാൻ അവർ അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നും ഇനി മടക്കമില്ലെന്ന് നിശ്ചയിച്ചു വച്ചിരിക്കുന്നതായി അള്ളാഹു അവരോട് മറുപടി പറയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിരിക്കുന്നു. മുസ്ലിം. അള്ളാഹുവും റസൂലും അറിയിച്ചു തന്നതിനപ്പുറം അവരുടെ ആത്മീയമായ ആ അദൃശ്യ ജീവിതത്തെപ്പറ്റി നമുക്കൊന്നും അനുമാനിക്കുവാൻ സാധ്യമല്ല. അതാണ് വലാകിൻ ലാ തശ്ഉറൂൻ, എങ്കിലും നിങ്ങൾ അത് ഗ്രഹിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതും. യുദ്ധത്തിൽ വെച്ചോ ശത്രുക്കളുടെ കൈക്കോ കൊല്ലപ്പെട്ടാൽ മാത്രം പോരാ, നിഷ്കളങ്ക മനസ്സോടും അഹികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ലാതെയും രണാങ്കണത്തിലിറങ്ങി കൊല്ലപ്പെട്ടവരായെങ്കിൽ മാത്രമേ ഇപ്പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നു. ക്ഷമയെപ്പറ്റി വീണ്ടും പറയുന്നു.